അവനി നോക്കു മോനെ, ഇവിടെയുള്ള അവനി നിന്റെ നാത്തൂനല്ല. ഞങ്ങൾക്കറിയുന്ന ഒരാളുടെ അനിയത്തിയാ. അതെ, പേര് മുരളി, മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. ആ പയ്യന്റെ പെങ്ങളാ ഈ ആവനി. ഇവിടെ ഗസ്റ്റായിട്ട് താമസിക്കുക. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി ഇറങ്ങി പോവാൻ നോക്ക്. എനിക്കൊന്നും ക്ലിയർ ആയില്ല. ഞാൻ പോവില്ല. എന്റെ നാത്തു നീ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കിത് ക്ലിയർ ആക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിലുള്ള ആവനിയെ പുറത്തേക്ക് വിളിക്ക്. അവൾ എന്റെ ഭാര്യയുടെ അനിയത്തി അല്ലെങ്കിൽ ഞാനങ്ങ് സ്മൂത്ത് ആയിട്ട് പോയേക്കാന്നേ. എന്റെ നാത്തൂനാണെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോകും. വിളിക്ക് സാറേ. അവനെ ഇങ്ങോട്ട് വിളിച്ച ഇയാളുടെ സംശയം അങ്ങ് തീർത്തു കൊടുക്കാലോ. ആ അയ്യയ്യേ, ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കേണ്ട സിസ്റ്റർ. എന്താണെന്നോ, ഒരു ദിവസം ഇവൻ എന്റെ അടുത്ത് വന്നിരുന്നു. കരീന കപൂറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എന്റെ പെങ്ങളെന്ന് എന്നോട് പറഞ്ഞു. പോയി മുംബൈയിൽ അന്വേഷിക്കാൻ പറഞ്ഞു. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനാണെന്ന് തോന്നുന്നു. അതെ അമ്മേ, അന്ന് ഇവൻ നന്നായിട്ട് കുടിക്കുകയും ചെയ്തിരുന്നു. അന്ന് ബോധമില്ലാതെ അവൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നു. സാറേ, കള്ളത്തരത്തില് നിങ്ങള് എന്നെ കടത്തി വെട്ടി കളഞ്ഞല്ലോ. എന്റെ മോനൊരിക്കലും കള്ളം പറയില്ല. കള്ളമാണോ പറയാത്തെ, സത്യമാണോ പറയാത്തെ? നീ ഓവറായിട്ട് സംസാരിക്കുക. മര്യാദയ്ക്ക് പുറത്തേക്ക് പോ. ആദ്യം നിങ്ങൾ അവനെ ഒന്ന് വിളിക്ക സാർ. അവനെ 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 പുറത്തേക്ക് പാടി. അളിയൻ വന്നു. പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ? പുറത്തു പോടാ. നമ്മൾ എന്തോ തെറ്റ് ചെയ്തവരെ പോലെ അവനെ ഇങ്ങനെ ഒളിപ്പിക്കുന്നത് എന്തിനാ? അവളെ ഒന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വീട്ടിലാണ് ഇയാളുടെ അനിയത്തി ഉള്ളതെന്ന് ഇയാൾ പുറത്ത് പാട്ട് പാടി നടക്കും. നിങ്ങൾ പുറത്തേക്ക് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അകത്ത് പോയി നോക്കാൻ പോവാ. എന്റെ കൈ വിട്. അവന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ആവട്ടെ. എന്റെ കൈ വിട്. കൈ വിടല്ലേ പറഞ്ഞേ. ശ്രീകർ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോ നമ്മുടെ വീട്ടിലുള്ള ആവനി ഇയാളുടെ അനിയത്തിയാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അവനെ എടാ, എന്റെ കൈ വിടാൻ പറഞ്ഞു. അവനെ അടിയോ, ഒന്ന് മാറി നിൽക്കണോ? അച്ഛാ, അമ്മേ, ഇങ്ങനെ വഴി കാണുന്നവരൊക്കെ നമ്മുടെ വീട്ടിൽ കയറി നിരക്കാൻ നോക്കിയാ നാളെ ഓരോരുത്തർ കയറി വരും. അവനെ പിടിച്ച് പുറത്താക്കച്ചാ. എല്ലാവരുടെയും സംശയം തീരണമെങ്കിൽ വേറെ വഴിയില്ല ശ്രീകർ. അവനെ
അവനി ഞാൻ നിന്റെ അളിയനാ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വാതിൽ തുറക്കാനാ പറഞ്ഞേ. നിനക്കൊരു പക്ഷേ ഈ വീട്ടുകാരെയൊക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. വാതിൽ തുറക്ക്. ഞങ്ങളുടെ കല്യാണ കാര്യത്തെ പറ്റി പറയേണ്ട സമയമായി. ഇതമ്മ തീരുമാനിച്ചതാണ്. അമ്മേ, ഈ പരീക്ഷണത്തിൽ തന്നെ രക്ഷിക്കണമേ. അവനി തുറക്കാൻ. അവനി, ഹലോ, നിങ്ങളിത് എവിടെയാ? അവനിയുള്ളത് എവിടെയാണെന്ന് മനസ്സിലായി സുജയ്. അത് ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നാ. ഈ നരസിംഹത്തിന്റെ അടുത്താ നിന്റെയൊക്കെ കളി. ഞാൻ വിളിക്കാം, വെക്ക് ഫോൺ. ആവനി എങ്ങനെ അവിടെ ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെന്താ നീ അങ്ങനെ പറയുന്നേ? എന്റെ അനിയത്തി എന്റെ വീട്ടിലുണ്ട്. എന്ത്? ആ, ഇപ്പൊ വന്നതേ ഉള്ളൂ. ആണോ? ഞാൻ എന്തിനാ നിന്നെ പോലെ കള്ളം പറയുന്നേ? നിനക്കത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്ക്. ഈ കാര്യം അബദ്ധത്തിൽ എങ്ങാനും ആ സുരേന്ദ്രയോട് പോയി പറഞ്ഞ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ദാ ഇവിടുന്ന് ഇറങ്ങുമോ ചക്കരെ? എന്തുപറ്റി? എന്റെ പെങ്ങൾ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്റെ കെട്ടിയോള് ഫോൺ ചെയ്ത് പറഞ്ഞു. ഇനി അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം കേട്ടോ. ഇവിടുത്തെ അവനി അവിടുത്തെ അവനിയല്ല. സോറി. ഇവനെന്തൊരു വിചിത്രമായ സ്വഭാവമാണല്ലേ. ഇത്രയൊക്കെ നടന്നിട്ടും ആവനിയെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് എനിക്ക് കുറേയേറെ സംശയങ്ങളുണ്ട്. ചക്കരേ, എന്റെ പെങ്ങളെവിടെ? നിന്റെ അനിയത്തി എവിടെ? കണ്ടിട്ട് എത്ര നാളായി? ഇവിടുന്ന് പോയിട്ട് മെലിഞ്ഞു പോയോ? അതോ ഇവിടുന്ന് പോയ പിന്നെ അവളങ്ങ് സുന്ദരിയായി പോയോ? അവനി 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 ആവനി ഇവിടെ ഇല്ല. വന്നൊന്നല്ല നീ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ? വന്നിട്ട് അവള് തിരിച്ചുപോയി. എന്ത്? അതെ അച്ഛാ, മാമി വന്ന് കുറച്ചു നേരം നിന്നിട്ട് കഥകളൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. ഡേയ്, ഞാൻ വരുന്ന ഒരാൾ നിൽക്കാൻ എന്താ? എന്തിനാ നീ പറഞ്ഞേ? ഇവിടുന്ന് ദൂരെ എവിടെയോ പോയി സമാധാനത്തോടെ ജീവിക്കാം. എനിക്ക് അവളെ ബലം പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെലവിനുള്ള പൈസ ഞാൻ തന്നിട്ട് പോയി. നീ പറയുന്നൊക്കെ എങ്ങനെയാ വിശ്വസിക്കുന്നേ? വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യ. എനിക്കതിൽ ഒരു നഷ്ടവും ഇല്ല. എന്നിട്ട് അവൾ എവിടെയാണെന്നാ പറഞ്ഞേ? അതിനെക്കുറിച്ചൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കില്ല. നിന്റെ ഇഷ്ടം. അവള് നിനക്കെന്തെങ്കിലും തന്നോ? ഹലോ, നിന്നോടാ. എത്ര കിട്ടി? നിന്നോടാ പറയുന്നേ.
ഇതെന്താ ഇത്രേ ഉള്ളോ? പിന്നെ ഇനിയും ഒരുപാടുണ്ടാവുന്ന കരുതിയോ? എവിടെയാണെങ്കിലും ഇപ്പോഴും നമ്മളെ കുറിച്ച് ആലോചിക്കുന്നേ. അതവളുടെ സ്വഭാവ ഗുണ. അത് പിടിച്ചു വാങ്ങാൻ നാണമില്ലേ നിനക്ക്? ശരിയടി, എന്നെങ്കിലും അവൾ എന്റെ കൺമുൻപിൽ വരാതിരിക്കില്ലല്ലോ. എനിക്കിന്ന് വെള്ളമടിക്കാനുള്ള എന്തായാലും ആയി. താങ്ക് യു. വരാട്ടോ. ഛേ, ചേച്ചി, നിന്റെ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നീ ഇനി പേടിക്കണ്ട മോളെ. ചേട്ടൻ നിന്റെ വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന കാര്യം കറക്റ്റ് സമയത്ത് ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഉടനെ ഫോൺ ചെയ്ത് തിരിച്ചു വിളിക്കാൻ എനിക്ക് പറ്റി. അവനി, ഞാൻ നിന്റെ അളിയനാ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വാതിൽ തുറക്കാനാ പറഞ്ഞേ. നിനക്കൊരു പക്ഷേ ഈ വീട്ടുകാരെയൊക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. വാതിൽ തുറക്ക. ചേച്ചി എന്നെ വിളിച്ചത് കുറച്ചുകൂടി വൈകിട്ടായിരുന്നെങ്കിൽ എനിക്ക് അളിയന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലായിരുന്നു. അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കാം. ശ്രീകരൻ നിന്നെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം ചേട്ടൻ അറിഞ്ഞ എന്താ കുഴപ്പം? നിങ്ങൾ പറയാതെ കല്യാണം കഴിച്ചതിന് നിങ്ങളുടെ അമ്മയ്ക്ക് അവിടെ ദേഷ്യവും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അവർക്ക് അറിയുന്നതല്ലേ? അങ്ങനെയുള്ളപ്പോ സത്യം അവരറിഞ്ഞ എന്താ കുഴപ്പം? അളിയനിത് അറിയേണ്ട സമയമായി എന്ന് തോന്നുമ്പോ ഞാൻ പറഞ്ഞോളാം ചേച്ചി. അത്രയും കാലം ഞങ്ങളുടെ കല്യാണ കാര്യം അളിയനോട് പറയാതിരിക്കുന്നത് നല്ലത്. കേട്ടോ ചേച്ചി? ശരി അവനി, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നിന്റെ ജീവിതം ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതി. ഇനി നിന്റെ ചേട്ടൻ അങ്ങനെയൊന്നും വരില്ല. ഞാൻ വെക്കട്ടെ? അമ്മ, എനിക്ക് സംസാരിക്കണം. അവനി, സൗമിക്കൊന്ന് സംസാരിക്കണമെന്ന്. ഹലോ ചെറിയമ്മേ, സുഖാണോ? സുഖമോളെ. നിങ്ങൾ ശരിക്കും ഇവിടെ ഹാപ്പി അല്ലേ ചെറിയമ്മേ? ചെറിയമ്മ എന്താ മിണ്ടാത്തെ? ഇവിടെ ഞാൻ വളരെ ഹാപ്പിയാ മോളെ. ചെറിയമ്മ പറയുന്നത് സത്യാണോ? സത്യമായിട്ടും മോളെ. അവളിപ്പോ വലിയ വീട്ടിലല്ലേ. എന്തായാലും ഹാപ്പി ആയിരിക്കുമല്ലോ. നീ ആ ഫോണിങ് തന്നെ. ചെറിയ കുട്ടിയല്ലേ, അവൾക്കൊന്നും അറിയില്ല. നീ അതൊന്നും കാര്യാക്കണ്ട അവനി. ശരി, വെക്കട്ടെ. അവനി, അവനി, സുജാത ചേച്ചി ഫോൺ ചെയ്ത് ആ നേരത്തെ അയാളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനിപ്പോ ചേച്ചിയെ വിളിച്ച്
എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ അല്ലേ? അതെ. നമ്മളെ പറ്റിയുള്ള സത്യങ്ങൾ അറിയോ എന്ന് ഞാനൊക്കെ പേടിച്ചു പോയി. പെട്ടെന്നെല്ലാം അറിഞ്ഞ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. എത്ര കാലം ഇങ്ങനെ? ഇനിയും എത്ര കാലം എങ്ങനെ? ഒരു ഭാഗത്ത് എന്റെ ചേച്ചിയുടെ ഭർത്താവിനെയും പേടിച്ച് മറ്റൊരു ഭാഗത്ത് ആ സുരേന്ദ്രനെ പേടിച്ചിങ്ങനെ ഇനിയും എത്ര കാലം എങ്ങനെ? ഇതിനൊരു അന്ത്യമില്ല ഏട്ടാ. അങ്ങനെയല്ല അവര്. മതി. ഇനി ഒന്നും എന്നോട് പറയരുത്. നിങ്ങൾ ഇനി എന്നോട് ഒന്നും പറയരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്റെ സൈഡ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. തന്റെ സൈഡ് മനസ്സിലാക്കുന്നില്ലെന്നോ? അതെന്താ തനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ പ്രയോജനം എന്താ? അതുവഴി നമ്മുടെ കാര്യം ഇവരറിഞ്ഞോ? എന്നെ ഇവർ അംഗീകരിച്ചോ? ഇല്ലല്ലോ. ആ സമയം വരാനല്ലേ നമ്മള് ഇത്രയും കാത്തിരുന്നത്. കാത്തിരുന്ന് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ചേട്ടാ. പ്രപഞ്ചത്തിലെ ഏതൊരു ജന്തു എന്തെങ്കിലും ഒരു ദിവസം നല്ലത് സംഭവിക്കുമെന്ന് വിചാരിച്ച് തന്നെയാ ജീവിക്കുന്നത്. ഞാൻ എന്ത് വിശ്വാസത്തിലാ ജീവിക്കണ്ടേ? നിങ്ങളുടെ അമ്മയെ കുറിച്ച് ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്റെ അവസ്ഥ എന്താ? തനിക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ ഇത്രയും നോക്കിയില്ലേ? എന്നെ മരുമകളായിട്ട് പരിചയപ്പെടുത്ത. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ സഹിച്ചോളാം. ആവണിയും മരുമകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹിച്ചോളാം. കൊട്ടാരം പോലുള്ള ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പട്ട് സാരിയും പട്ടുമെത്തയും തന്ന അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് ഒരു കുറവും വരുത്തുന്നില്ലെന്ന് ചിലപ്പോ കരുതുന്നുണ്ടാവും. എനിക്ക് സ്വന്തമായിട്ട് ഒരു മുറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. ഈ തലവേദന പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ തന്നെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് വലിയ ക്രൂരതയാവനി. എന്റെ ജീവിതത്തോട് ക്രൂരത കാട്ടരുതെന്നാ പറയുന്നേ. ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കേട്ടാ. താൻ എന്നോട് പെരുമാറുന്ന രീതി എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നുന്നത്. നിങ്ങൾ കുറച്ചു നേരം കൂടി എന്റെ മുന്നിൽ നിന്നോ ഈ സങ്കടത്തിൽ ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. നിങ്ങളോട് അപേക്ഷിക്കുക. അവനി ഒന്ന് പോ.
ആവന് സത്യത്തില് ആ മിലിറ്ററി മുരളിയുടെ അനീതി തന്നെയാണോന്ന് അറിയാൻ നമ്മള് ഒന്നുകൂടി ശ്രമിക്കണം ചേച്ചി. ആവനി എന്റെ അനിയത്തിയാന്ന് പറഞ്ഞു വന്നവൻ ആവനിയുടെ റൂമിനടുത്തേക്ക് പോയപ്പോ ശ്രീകറിന് കാര്യമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാ എന്റെ സംശയങ്ങൾ പിന്നെ ഇരട്ടിച്ചത്.